സ്വാമി സർ എവിടെയാ? സ്വാമി, നിങ്ങൾക്കൊരല്പം മാന്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ടാ ഇന്നലെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചത്. ഓഫീസിൽ നിന്ന് ഏതോ ഒരു ജോലിക്കാരൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനെ കെട്ടിയിറക്കാനായിരുന്നെങ്കിൽ അത് മുഖത്ത് നോക്കി പറയായിരുന്നില്ലേ നിങ്ങൾക്ക്? മേഡം, അത് സ്വാമി, താൻ ഇനി ഒന്നും പറയണ്ട. താൻ ഇന്നലെ കെട്ടിയതേ ഒരു മാരീജ വേഷമായിരുന്നു, ഈ നിൽക്കുന്ന ജെആറിന് വേണ്ടി. അതെ സ്വാമി, ഇന്നലെ പറഞ്ഞതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഞങ്ങൾക്ക് ഇവിടെ ആരെയും നിർത്താൻ പറ്റുകയല്ല. സ്വാമിക്കോ സ്വാമിയുടെ കൂടെ വന്ന ആൾക്കുവേ അങ്ങ് പോകാം. ആ പറഞ്ഞത് മനസ്സിലായില്ലേ സ്വാമി? ഞങ്ങളുടെ സ്വസ്ഥത തകർക്കാൻ നോക്കുന്ന ഒരാള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം. വിളിച്ചിറക്കി കൊണ്ടുപോ. നിങ്ങൾ പ്രശ്നങ്ങൾ വെറുതെ വഷളാക്കുക. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടെടുക്കേണ്ടി വരും. ഞങ്ങളത് നേരിടും സ്വാമി. ഒരു കുടുംബത്തെ താമസിപ്പിക്കാൻ കൊണ്ടുവരുമ്പോ അല്പം അന്തസ്സുള്ള ഒരുത്തിനെ ചുമന്നുകൊണ്ട് വരണം. ചതിക്കാനും കൊല്ലാനും മടിയില്ലാത്ത ഒരു ക്രിമിനലിനെ അല്ല കൊണ്ടുവരേണ്ടത്. സ്വാമി, ലോണിന്റെ ബാധ്യത വേറെ, കുടുംബത്തിന്റെ അഭിമാനം വേറെ. സ്വാമി ഇറങ്ങാൻ തയ്യാറല്ലെങ്കിൽ പണ്ടിവിടെ ചിലരൊക്കെ തല്ലിയിറക്കിയതിന്റെ ഒക്കെ ശീലമുണ്ട്. അതുപോലെ വല്ലതും ചെയ്യേണ്ടി വരും. തന്റെ ഈ കൊലച്ചിരി ഉണ്ടല്ലോ ജയ, ഞങ്ങളെയൊക്കെ ജീവനോടെ വിഴുങ്ങിക്കളയാന്നുള്ള ചിരി, അത് ഞങ്ങൾ സമ്മതിച്ചേരില്ല. താൻ എത്രയും പെട്ടെന്ന് തിരിച്ചു നിന്ന് ഞങ്ങൾക്കെതിരെയുള്ള നടപടിയെടുക്കുക, അതാ നല്ലത്. പിടിച്ച് പുറത്താക്കിയവനെ ഹരി. ജയ, എന്താ ചെയ്യേണ്ടത്? ഇറങ്ങി പോണം. സ്വാമി സർ, നമുക്കെതിരെ ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ വരുമ്പോ നമ്മൾ എന്താ സ്വാമി ചെയ്യാ? ഒതുങ്ങും. അവരുടെ ബലം കൂടുന്നതിനനുസരിച്ച് ഓടി ഒളിക്കും. ഇവരെല്ലാവരും സ്ട്രോങ് ആണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് തോറ്റുകൊടുക്കാം. തൽക്കാലം